ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും തന്നെ ഒരുപാട് യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുപോലെ ഒരു കുപ്പി വിനാഗിരി ഉണ്ടെങ്കിൽ നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല, ഇനി ഹെയർ ഡൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ആ ഒരു കളറ് ഒരു മാസത്തേക്ക് നിൽക്കും. മാത്രമല്ല, ഡ്രൈനെസ്സോ അലർജിയോ ഒന്നും തന്നെ ഇല്ലാതെ മുടി കൊഴിഞ്ഞു പോകാതെ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ സമയം ഒട്ടും തന്നെ കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു കുഞ്ഞു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പാഴ്സൽ ഫുഡൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇതുപോലെ മൂടിയുള്ള ഒരു കുഞ്ഞു പാത്രമാണ് കേട്ടോ നമുക്ക് ഈ ആവശ്യത്തിനായിട്ട് വേണ്ടത്. ഒരു ചെറിയ പീസ് കോട്ടൺ മുറിച്ചെടുത്ത് നമുക്ക് ഈ പാത്രത്തിനുള്ളിലേക്ക് വെച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കോട്ടൺ ഇല്ലെങ്കിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് സിന്തറ്റിക് വിനിഗർ ആണ്. നമ്മുടെ കോട്ടൺ നന്നായിട്ട് മുങ്ങത്തക്ക രീതിയിൽ വിനീഗർ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത വിനീഗർ കോട്ടന്റെ എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടി ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ പാത്രം ഒന്ന് അടച്ചു വെക്കാം. ഇനി ഇതിനകത്തുള്ള വിനാഗിരിയുടെ സ്മെല്ല് പുറത്തേക്ക് വരുന്നതിന് വേണ്ടി നമുക്ക് ആ പാത്രത്തിന്റെ മൂടിയിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇതുപോലൊരു സൂചിയോ ഫോർക്കോ ഒന്ന് ചൂടാക്കിയ ശേഷം നമുക്ക് ആ അടുപ്പിന്റെ മുകളിൽ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്തുള്ള വിനാഗിരിയുടെ സ്മെല്ല് നല്ല രീതിയിൽ തന്നെ പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്ത ഈ കുഞ്ഞു ബൗള് എന്തിനു വേണ്ടിയാണെന്ന് കണ്ടു നോക്കാം. നമ്മുടെ വീട്ടിൽ അരിയൊക്കെ ഇട്ട് വെക്കുന്ന പാത്രത്തിനകത്തേക്കാണ് നമ്മൾ ആ റെഡിയാക്കി എടുത്ത കുഞ്ഞു പാത്രം വെച്ചു കൊടുക്കുന്നത്. അരിക്കുള്ളിലേക്ക് നമ്മൾ ആ പാത്രം ഇങ്ങനെ ഇറക്കി വെക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് വരുന്ന വിനാഗിരിയുടെ ആ സ്മെല്ല് കാരണം ഒരു ചെള്ളോ വണ്ടോ പ്രാണിയോ ഒന്നും തന്നെ നമ്മുടെ അരിക്കകത്തേക്ക് പ്രവേശിക്കില്ല. അതുമാത്രമല്ല, നമ്മുടെ വിനീഗറിന്റെ അസിഡിക് സ്മെല്ലുള്ളത് കൊണ്ട് അരിക്കകത്ത് എന്തെങ്കിലും ചെള്ളോ വണ്ടോ പ്രാണികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവയെല്ലാം പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ദിവസം മുന്നേ എടുത്തു വെച്ച കഞ്ഞിവെള്ളം, അതായത് നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെറുതെ അങ്ങോട്ട് ഒഴിച്ചു കളയുന്ന ഈ കഞ്ഞിവെള്ളം കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടു നോക്കാം. ഏകദേശം 1/2 ലിറ്റർ വെള്ളം പുളിച്ച കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ സിന്തറ്റിക് വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനാഗിരിയുടെ അളവ് കൂടി പോകാതെ ശ്രദ്ധിക്കണേ. 1/2 ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മുടെ കഞ്ഞിവെള്ളവും വിനാഗിരിയൊക്കെ ചേർത്ത് ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയ ശേഷം നമുക്കതൊരു ബോട്ടിലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി എടുത്ത ഈ കഞ്ഞിവെള്ളവും വിനാഗിരിയും ചേർന്ന ഈ മിക്സ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പും പച്ചമുളകൊക്കെ നല്ല തഴച്ചു വളരുന്നതിന് പറ്റിയ നല്ലൊരു മരുന്നാണിത്. പച്ചമുളക് ചെടിയിലും കറിവേപ്പിലയിലും ഒക്കെ കാണുന്ന ഇല ചുരുളൽ, അതുപോലെ തന്നെ ചാഴി, വെള്ളീച്ച തുടങ്ങിയവ തുരത്തി ഓടിക്കാൻ പറ്റിയ നല്ലൊരു കീടനാശിനി കൂടിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ കഞ്ഞിവെള്ളവും വിനാഗിരിയും ചേർന്ന മിക്സ്. അതുമാത്രമല്ല, കഞ്ഞിവെള്ളം പുളിപ്പിച്ചെടുക്കുമ്പോൾ അതിലെ പോഷക ഗുണങ്ങൾ ഇരട്ടിയാവുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾ തഴച്ചു വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലൊരു മിക്സ് ഉണ്ടാക്കി നമ്മുടെ മുളക് ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരൊറ്റ മുളക് പോലും പൊഴിഞ്ഞു പോവുകയില്ല. മാത്രമല്ല, നല്ല വിളവ് കിട്ടുകയും ചെയ്യും. അപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. ചിലപ്പോഴൊക്കെ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് മുട്ട പുഴുങ്ങിയെടുക്കുമ്പോൾ ഇതുപോലെ പൊട്ടിപ്പോവാറുണ്ടോ? ഇങ്ങനെ ഒരു സൂത്രം ചെയ്തു വെച്ചാൽ എത്ര പഴകിയ മുട്ടയാണെങ്കിലും ഒട്ടും തന്നെ പൊട്ടിപ്പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പുഴുങ്ങിയെടുക്കാൻ സാധിക്കും. മുട്ട പുഴുങ്ങിയെടുക്കാനായിട്ട് കുറച്ച് വെള്ളം സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടും തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ സിന്തറ്റിക് വിനീഗർ 1 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. തിളച്ച് വരുന്ന ഈ വെള്ളത്തിലേക്ക് നമുക്ക് പുഴുങ്ങിയെടുക്കാനുള്ള മുട്ടകൾ ഓരോന്നായിട്ട് മെല്ലെ മെല്ലെ ഒന്ന് ഇറക്കി വെക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഏകദേശം 1 മിനിറ്റ് നേരത്തേക്ക് തിളപ്പിക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്ത് ഏകദേശം 5-6 മിനിറ്റ് കൂടി തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാകും. സാധാ വെള്ളത്തിൽ നമ്മൾ മുട്ട പുഴുങ്ങിയെടുക്കുമ്പോൾ മുട്ട പൊട്ടിപ്പോകുമെന്ന് മാത്രമല്ല, അത് പുഴുങ്ങിയെടുത്തു കഴിയുമ്പോൾ വല്ലാത്തൊരു ബാഡ് സ്മെല്ലുണ്ടാവും. അത് ഒഴിവാക്കാനായിട്ട് കൂടിയാണ് നമ്മൾ പുഴുങ്ങുന്ന വെള്ളത്തിലേക്ക് സിന്തറ്റിക് വിനാഗിരി ഒരല്പം ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പുഴുങ്ങിയെടുക്കുന്ന മുട്ടയ്ക്ക് ആ ഉളുമ്പ് മണം ഒട്ടും തന്നെ ഉണ്ടാവില്ല. അതുമാത്രമല്ല, വിനാഗിരി ചേർത്ത വെള്ളത്തിൽ മുട്ട വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ മുട്ടയുടെ തോട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇളക്കിയെടുക്കാൻ സാധിക്കും. ചിലർക്കൊക്കെ അറിയാവുന്ന ടിപ്പായിരിക്കും ഇത്, എങ്കിലും അറിയാത്തവരുണ്ടാകുമല്ലോ, അവർക്ക് ഒത്തിരി യൂസ്ഫുൾ ആകും. അതുപോലെ തന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ടയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കോഴികളുടെ മുട്ടയോ എന്തായാലും നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ ഈ മുട്ടയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറുള്ളത്. മുട്ടയിൽ അഴുക്കും കീടാണുക്കളും അതുപോലെ തന്നെ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കാഷ്ടവും ഒക്കെ വളരെ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണിട്ടത്. ക്ലീൻ ആക്കാനുള്ള മുട്ട ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് മുട്ട മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ അളവിൽ നമ്മുടെ സിന്തറ്റിക് വിനീഗറാണ് കേട്ടോ. മുട്ട കൂടുതലുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെയും വിനീഗറിൻ്റെയും അളവ് കൂട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇത് 5 മിനിറ്റ് നേരത്തേക്കൊന്ന് വെച്ചതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. മുട്ടയിലെ അഴുക്കെല്ലാം പോയി നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. മുടി കുറച്ചൊക്കെ നരച്ചു തുടങ്ങുമ്പോഴേക്കും നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് കടയിൽ പോയി കണ്ണി കണ്ട കെമിക്കൽസ് ഒക്കെ അടങ്ങിയ ഡൈ ഒക്കെ വാങ്ങി തലയിലേക്ക് വാരിത്തേക്കും. ഇങ്ങനെ കെമിക്കൽസ് അടങ്ങിയ ഡൈ ഉപയോഗിക്കുന്നത് കൊണ്ട് കുറച്ച് മാത്രം നരച്ച നമ്മുടെ മുടി മൊത്തത്തിൽ അങ്ങ് നരച്ചു പോകാനുള്ള കാരണമാകും. ഇത് ഒഴിവാക്കാനായിട്ട് ഇനി ഹെയർ ഡൈ തയ്യാറാക്കുമ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ. നരച്ച മുടി പോലും ക്രമേണ കട്ട കറുപ്പാവുമെന്ന് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാവിലയാണ് കേട്ടോ. നമ്മുടെ എല്ലാവരും തന്നെ വീട്ടിൽ മാവില ഉണ്ടാവുമല്ലോ. മാവിൻ്റെ അധികം മൂക്കാത്ത എന്നാൽ തളിരുമല്ലാത്ത ഇലകളാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. തലയിലെ താരനും ചൊറിച്ചിലൊക്കെ മാറാനും മുടി നല്ല സമൃദ്ധിയായിട്ട് കട്ടക്കറുപ്പോടെ വളരാനുമൊക്കെ പണ്ട് മുതൽക്കേ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ച് വന്നിരുന്ന ഒന്നാണ് ഈ മാവില. അതുമാത്രമല്ല മാവിലയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ തലയോട്ടിയിലെ രക്തയോട്ടത്തെ മെച്ചപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കാനും സഹായിക്കുന്നു. ഡൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 മാവിലയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നടുവിലുള്ള ആ ഞരമ്പ് ഒന്ന് മാറ്റിയതിന് ശേഷം ഇല മാത്രം അടർത്തിയെടുത്ത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയുടെ ആരോഗ്യ ഗുണങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഇത് രണ്ടും കൂടി നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇത് അരയ്ക്കാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. നല്ല ഫ്രഷ് കഞ്ഞിവെള്ളമാണ്, അതുപോലെ തന്നെ ചൂടാറിയതുമാണ്. മാവിലയും കറിവേപ്പിലയും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ തരികളൊക്കെ ഒന്ന് മാറ്റുന്നതിന് വേണ്ടി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ചൊഴിക്കാം. കുറച്ച് മാത്രം കഞ്ഞിവെള്ളം ഒഴിച്ച് നല്ല തിക്കായിട്ട് ഇതുപോലെ തന്നെ വേണം മാവിലയും കറിവേപ്പിലയും ചേർത്ത് അരച്ചെടുക്കാൻ. നമ്മൾ അരച്ചെടുത്ത ജ്യൂസിൽ നിന്നും കുറച്ചെടുത്ത് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. അരച്ചെടുത്ത ജ്യൂസിലേക്ക് നമ്മൾ 2 ഐറ്റം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യം വരികയാണെങ്കിൽ ഈ മാറ്റി വെച്ചേക്കുന്ന ജ്യൂസ് നമുക്ക് എടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ബ്ലാക്ക് ഹെന്നയാണ് കേട്ടോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ബ്ലാക്ക് ഹെന്ന നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആയുർവേദിക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള അമോണിയ ഫ്രീ ആയിട്ടുള്ള ബ്ലാക്ക് ഹെന്നയാണ് യൂസ് ചെയ്യുന്നത്. 1.5 ടേബിൾ സ്പൂൺ ബ്ലാക്ക് ഹെന്ന ഞാൻ ഈ ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരുവാണെങ്കിൽ നമ്മൾ ആ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മളിത് മിക്സ് ആക്കുന്ന സമയത്ത് ഇതിന് ഗ്രീൻ കളറായിരിക്കും ഉണ്ടാവുന്നത്. എന്നാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ല ബ്ലാക്ക് കളറിൽ വരും. ആ സമയത്ത് നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്യാം. ഒട്ടും തന്നെ എണ്ണമയം ഇല്ലാത്ത മുടിയിലേക്ക് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഏകദേശം അരമണിക്കൂറിന് ശേഷം തണുത്ത വെള്ളത്തിൽ ഇതൊന്ന് കഴുകി കളഞ്ഞാൽ മാത്രം മതി. ഏകദേശം 1 മാസത്തോളം മുടിയുടെ കറുപ്പ് നിലനിർത്താൻ പറ്റിയ നല്ലൊരു ഡൈ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്